ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടും മുക്കം നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ കർഷകരുടെ പ്രതിഷേധം. മുക്കം നഗരസഭാ ഓഫീസിലെത്തിയാണ് കർഷകർ പ്രതിഷേധിച്ചത്. ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടും മുക്കം നഗരസഭാ അധികൃതർ അനാസ്ഥ തുടർന്ന സാഹചര്യത്തിലാണ് കർഷകർ പ്രതിഷേധവുമായി നഗരസഭാ ഓഫീസിലെത്തിയത്. മുക്കത്ത് നടന്ന യോഗത്തിന് ശേഷം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. സർക്കാർ ഉത്തരവ് പ്രകാരം ഒരാഴ്ച മുമ്പ് നഗരസഭാ അധികൃതരും കർഷകരും എംപാനൽ ഷൂട്ടർമാരും യോഗം ചേരുകയും കാട്ടുപന്നികളെ നായാട്ട് നടത്തി വെടിവെക്കാനുള്ള അനുമതി വാങ്ങാൻ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകാനും തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകുകയോ മറ്റ് നടപടികൾ പൂർത്തീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് കളക്ടറെ അടുത്തേക്ക് പോയിട്ട് ഒരു അപേക്ഷ കൊടുത്തിട്ട് ഇത്ര ഷൂട്ടർമാർക്ക് ഞങ്ങൾക്ക് ലൈസൻസ് തരണമെന്ന് ചെയർമാൻ പറയേണ്ട ഒരു കാര്യമുള്ളൂ, അപേക്ഷ കൊടുക്കേണ്ട കാര്യമുള്ളൂ. സാങ്കേതികമായ കാര്യങ്ങളൊക്കെ എല്ലാവരും ഭാഗം ചെയ്യുന്നത്. ഇതിന് 50,000 രൂപ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞതാണ്. കർഷകര് ഇതിന്റെ ചെലവിൽ ശരിക്കും അതിന്റെ പോലും ആവശ്യമില്ല. ദുരന്തനിവാരണത്തിന് 1,00,000 രൂപ ഇതിന്റെ ഫണ്ട് വരുന്നുണ്ട്, അതുപോലെ ഇവിടെ വിനിയോഗിക്കുന്നില്ല. തൊട്ടടുത്ത കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലടക്കം നിരവധി തവണ നായാട്ട് നടത്തി പന്നികളെ പിടികൂടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കർഷകർ പ്രതിഷേധവുമായി നഗരസഭയിലെത്തിയത്. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന പന്നി ശല്യം അതിനെ നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് നമുക്ക്. കാര്യം എന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയുള്ള ഷൂട്ടിംഗ് വെടിവെക്കാനുള്ള പെർമിഷൻ മുതലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളെ ഭാഗത്തു നിന്ന് നീക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ രേഖകളെല്ലാം മുനിസിപ്പൽ വ്യക്തിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് അത് കളക്ടർ എടുത്ത് പെർമിഷൻ വാങ്ങിച്ച് നമുക്ക് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. സമീപ പ്രദേശത്തൊക്കെ ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച ഒരു ഷൂട്ടിംഗ് നടന്ന് 10-15ഓളം പന്നികളെ വെടിവെച്ച് കൊന്നിട്ട് അതേമാതിരി മുക്ക ഈ ഏരിയയിലുള്ള എല്ലാ വീട്ടുകാരെയും കൃഷിക്കാരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നടപടി ഉണ്ടാവണം. മാസങ്ങളായി കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ മജീദ് ഫെബ്രുവരി 17 നടന്ന ഭരണസമിതി യോഗത്തിൽ വിഷയം ഉന്നയിക്കുകയും കാട്ടുപന്നികളെ വെടിവെക്കാനാവശ്യമായ നടപടി സ്വീകരിക്കാൻ അന്ന് ഭരണസമിതി യോഗം തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഈ തീരുമാനവും 7 മാസമായി ഫയലിൽ ഉറങ്ങുകയാണ്. മുക്കം സഹകരണ ബാങ്ക് പരിസരത്ത് നിന്നും പ്രകടനമായി നഗരസഭയിലെത്തിയ കർഷകർ സെക്രട്ടറിയുടെ റൂമിലെത്തിയാണ് പ്രതിഷേധിച്ചത്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ തങ്ങൾ പിരിഞ്ഞു പോയില്ലെന്ന് നിലപാടെടുത്തതോടെ സെക്രട്ടറി നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായി ചർച്ച നടത്തുകയും സെക്രട്ടറിയുടെ ഉറപ്പിനെ തുടർന്ന് കർഷകർ പിരിഞ്ഞു പോവുകയായിരുന്നു. കാര്യം നമ്മൾ ഇതിന്റെ മുന്നേ ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു ഈ ഷൂട്ടേഴ്സിനെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് കളക്ടർ എടുക്കുന്ന പെർമിഷൻ വാങ്ങിക്കാനുള്ള കാര്യം സംസാരിച്ചു. അപ്പോൾ അത് പെർമിഷൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ അതൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു പ്രതിഷേധമായിട്ട് ഇതിനു വേണ്ട ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയർമാൻ സ്ഥലത്തില്ല, സെക്രട്ടറി അത് തിങ്കളാഴ്ച 30-ാം തീയതി അതിൻ്റെ കറക്റ്റ് വിവരം നമ്മളെ ബോധ്യപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേയറ്റം അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് നഗരസഭാ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ യോഗവും നടത്തി. നഗരസഭ പ്രതിപക്ഷ കൗൺസിലർമാർ കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. വ്യാപാര ഭവനിൽ നേരത്തെ നടന്ന യോഗത്തിൽ ഷാജിരാജ് ലങ്കയിൽ, സിദ്ധാർത്ഥൻ മാമ്പറ്റ, ദാമോദരൻ കോഴഞ്ചേരി, ചന്ദ്രൻ കപ്പിയടത്ത്, വിനോദ് മണാശ്ശേരി, ഒ.കെ. ബൈജു, ബഷീർ അമ്പലത്തിങ്കൽ, മുനീർ മുത്താലം തുടങ്ങിയവർ സംസാരിച്ചു. പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ഷാജിരാജ് ലങ്കയിൽ ചെയർമാനും സിദ്ധാർത്ഥൻ മാമ്പറ്റ കൺവീനറും മുനീർ മുത്താലം ട്രഷററുമായി കമ്മിറ്റിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.